ഇസ്രായേൽ സൈനികൻ ലൈംഗികമായി ഉപദ്രവിച്ചതായി ഗസയിലെ മാധ്യമപ്രവർത്തകയുടെ വെളിപ്പെടുത്തൽ. അൽ ജസീറ ഇംഗ്ലീഷ്, ദി നേഷൻ എന്നിവയ്ക്കായി യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഫ്രീലാൻസ് ജേർണലിസ്റ്റ് തെയ്യ ചാറ്റേലാണ് സമൂഹ മാധ്യമമായ എക്സിലൂടെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ഗസ ഇസ്രായേൽ അതിർത്തിയായ എറസ് ക്രോസിംഗിൽ വെച്ച് ഇസ്രായേലി സൈനികൻ ലൈംഗികമായി ഉപദ്രവിച്ചതായാണ് തെയ്യയുടെ വെളിപ്പെടുത്തൽ. ഒരു പാശ്ചാത്യ മാധ്യമ പ്രവർത്തകയെ ഉപദ്രവിച്ചാൽ പോലും ഒരു ശിക്ഷയും ലഭിക്കില്ലെന്ന ഇസ്രായേൽ സൈനികരുടെ മാനസികാവസ്ഥ എത്ര ഭീകരമാണെന്ന് നോക്കൂ എന്നായിരുന്നു എക്സിൽ തെയ്യയുടെ കുറിപ്പ്. ഞാൻ ആ സമയം ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് പോലും ധരിച്ചിരുന്നു. എന്നിട്ട് എനിക്ക് പോലും ഇങ്ങനൊരു അതിക്രമം നേരിടേണ്ടി വന്നെങ്കിൽ ഗസയിലെ സ്ത്രീകളുടെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കുക. ലൈംഗികാതിക്രമങ്ങൾ പല രീതിയിലാണ് സംഭവിക്കുക. യുദ്ധഭൂമിയിൽ ചൂണ്ടിപ്പിടിച്ച വലിയ തോക്കുമായി നിൽക്കുന്ന ഒരു ഇസ്രായേൽ സൈനികനരികെ നിങ്ങൾ ഒറ്റപ്പെട്ടെങ്കിൽ അത് പിന്നെയും ഭീകരമായിരിക്കും, അവർ കൂട്ടിച്ചേർത്തു. ലോക രാജ്യങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെയും എതിർപ്പുകൾ അവഗണിച്ച് യുദ്ധനിയമങ്ങൾ കാറ്റിൽ പറത്തിയും 8 മാസമായി ഗസയിലും റഫേലും ഇസ്രായേൽ സൈനികരുടെ കണ്ണില്ലാത്ത ക്രൂരതയും കൂട്ടക്കുരുതിയും തുടരുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകയുടെ വെളിപ്പെടുത്തൽ. ഗസയിലെ സ്ത്രീകളെ ഇസ്രായേൽ സൈന്യം ബലാത്സംഗം ചെയ്യുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഗസയിൽ നിന്ന് പിടികൂടിയ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇസ്രായേൽ സൈനികർ നഗ്നരാക്കി പരിശോധന നടത്തുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധ സംഘമാണ് വ്യക്തമാക്കിയത്. സ്ത്രീകളെയും കുട്ടികളെയും അവർ അഭയം തേടിയ സ്ഥലങ്ങളിലോ പലായനം ചെയ്യുമ്പോഴോ ബോധപൂർവം ആക്രമിക്കുകയും നിയമവിരുദ്ധമായി കൊല്ലുകയും ചെയ്യുന്നതിന്റെ റിപ്പോർട്ടുകൾ തങ്ങളെ ഞെട്ടിച്ചുവെന്നായിരുന്നു UN കീഴിലെ മനുഷ്യാവകാശ കൗൺസിലിലെ അംഗങ്ങളുടെ വെളിപ്പെടുത്തൽ. മഴയിലും തണുപ്പിലുമെല്ലാം ഭക്ഷണം പോലും നൽകാതെ പലരെയും തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് കൗൺസിൽ വ്യക്തമാക്കിയത്. ഗസയിലെ സ്ത്രീകളും പെൺകുട്ടികളും മനുഷ്യത്വരഹിതവും അപമാനകരവുമായ പെരുമാറ്റത്തിന് വിധേയരാകുന്നുവെന്നും ഭക്ഷണം, മരുന്ന്, സാനിറ്ററി പാഡുകൾ എന്നിവ നിഷേധിക്കപ്പെടുകയും ഇവരെ കഠിനമർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്യുന്നുണ്ടെന്നും സംഘം വെളിപ്പെടുത്തിയിരുന്നു. അപമാനകരമായ സാഹചര്യങ്ങൾ തടവിലാക്കപ്പെട്ട സ്ത്രീകളുടെ ഫോട്ടോകളെടുത്ത് സൈന്യം ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്നതായാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കണ്ടെത്തൽ. ഇത്തരം പ്രവൃത്തികൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശങ്ങളുടെയും മാനുഷിക നിയമങ്ങളുടെയും ഗുരുതരമായ ലംഘനങ്ങളാണെന്നും അന്താരാഷ്ട്ര ക്രിമിനൽ നിയമത്തിന് കീഴിലുള്ള ഈ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ റോമൻ നിയമപ്രകാരം വിചാരണ ചെയ്യപ്പെടണമെന്നും വിദഗ്ധ സംഘം അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനിടെ ശ്രദ്ധേയമായ മറ്റൊരു വാർത്തയും പുറത്തെത്തുന്നുണ്ട്. ഒക്ടോബർ 7 ആക്രമണത്തിനു ശേഷം ഇസ്രായേലിൽ തോക്ക് ലൈസൻസിനുള്ള അപേക്ഷ കുതിച്ചുയർന്ന വാർത്തയാണിത്. ഒക്ടോബർ 7 ശേഷം 42,000 സ്ത്രീകളാണ് ലൈസൻസിനായി അപേക്ഷിച്ചിരിക്കുന്നതെന്നാണ് ഇസ്രായേൽ സുരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 3 ഇരട്ടി വർധനയാണ് തോക്ക് ലൈസൻസ് അപേക്ഷകളിൽ ഉണ്ടായിരിക്കുന്നത്. 42,000 പേർ അപേക്ഷിച്ചതിൽ 18,000 പേർക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്ന് സുരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കുന്നു. തോക്ക് കൈവശം വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളിൽ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ ഇളവ് നൽകിയിരുന്നു. തീവ്ര വലതുപക്ഷ നേതാവും സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻവീർ ആണ് ഇതിന് മേൽനോട്ടം വഹിച്ചത്. 2022 അധികാരമേൽക്കുമ്പോൾ തന്നെ നിയമം പരിഷ്കരിക്കുമെന്ന് ബെൻവീർ വാഗ്ദാനം ചെയ്തിരുന്നു. ഇസ്രായേലിലും അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലും 15,000-ലേറെ സ്ത്രീകൾക്ക് നിലവിൽ തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 10,000 പേർ നിർബന്ധിത പരിശീലനം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രാലയം പറയുന്നു. ഹമാസിന്റെ മിന്നലാക്രമണത്തിന് പിന്നാലെ തോക്ക് ലൈസൻസ് സ്വന്തമാക്കാൻ ആളുകൾ തിരക്കാണ്. ഒക്ടോബർ 7 ശേഷം ഏത് സമയം ആക്രമിക്കപ്പെടാമെന്ന ഭീതിയാണുള്ളതെന്ന് തെല്ലവീവ് സ്വദേശിയായ ഇംഗ്ലീഷ് അധ്യാപിക കോറിൻ ദസ്നീം പറയുന്നു. സംഭവത്തിന് ശേഷം മിക്ക ഇസ്രായേലികളെയും പോലെ നമുക്ക് നമ്മളെ ഉള്ളുവെന്ന തിരിച്ചറിവിലെത്തുകയായിരുന്നു താനും. ജീവൻ രക്ഷിക്കാൻ മറ്റാരുമില്ലാത്ത സ്ഥിതിയാണ്. പേടി കൂടാതെ ജീവിക്കാൻ വേണ്ടി ഇപ്പോൾ പരിശീലനമെല്ലാം തേടി സ്വന്തമായി ഒരു തോക്കും ലൈസൻസ് സ്വന്തമാക്കിയിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. ഇപ്പോൾ തോക്കില്ലാതെ പുറത്തിറങ്ങാറില്ലെന്നും നസീം പറയുന്നു. ഒരു കൈയിൽ കുഞ്ഞും മറുകൈയിൽ തോക്കുമായാണ് നടക്കുന്നത്. ഇതിപ്പോൾ ഇസ്രായേൽ പതിവ് കാഴ്ചയായിരിക്കുകയാണെന്നും ഇവർ വ്യക്തമാക്കി. ഒക്ടോബർ 7 ദക്ഷിണ ഇസ്രായേൽ പ്രദേശങ്ങളിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ 1200 പേരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ 300 സൈനികരും ഉൾപ്പെടും. 251 ഇസ്രായേൽ പൗരന്മാരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിനു ശേഷം ഗസയിൽ ഇസ്രായേൽ നരനായാട്ട് തുടരുകയാണ്. 8 മാസത്തിനിടെ 37,431 ഫലസ്തീനികളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പരിക്കേറ്റവർ 100,000-ഓളം വരും.